മോൻ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? എന്ന് പറഞ്ഞേ. വായനാ ദിനമായി നമ്മൾ ആഘോഷിക്കുന്ന ദിവസം എന്നാണ്? ഈ ദേശീയ വായനാ ദിനത്തോടനുബന്ധിച്ച് മോന്റെ സ്കൂളിൽ നിന്ന് അമ്മ വായന എന്നൊരു പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി അമ്മ കുഞ്ഞിനൊരു കഥ പറഞ്ഞു തരട്ടെ. അമ്മ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് കാക്കയുടെ കൗശലം. ഒരിടത്തൊരിടത്ത് ഒരു കാക്കയുണ്ടായിരുന്നു. ആ കാക്ക ഇങ്ങനെ ദാഹിച്ചു വലഞ്ഞ് ഒരു മരക്കൊമ്പിലിരിക്കുമായിരുന്നു. കാക്ക ചുറ്റും നോക്കി, എന്നും കണ്ടില്ല ഇച്ചിരി വെള്ളം. അപ്പൊ നോക്കി വന്നപ്പം ദൂരെ ഒരു കുടം. ആ കുടത്തിന്റെ അടുത്തേക്ക് പറന്ന് കാക്ക ചെന്നു. എന്നിട്ട് ആ കുടത്തിലേക്ക് നോക്കിയപ്പം കുടത്തിനടിയിൽ കുറച്ച് വെള്ളം. ആ കാക്ക തലയിട്ട് നോക്കി, പക്ഷെ കാക്കയ്ക്ക് എത്തുന്നില്ല. അപ്പൊ കാക്കയ്ക്ക് ഒരു ബുദ്ധി തോന്നി. കാക്ക എന്ത് ചെയ്ത് അടുത്ത് കിടന്ന കുറെ കല്ലുകൾ പെറുക്കിക്കൊണ്ട് വന്ന് ഓരോന്നായി കുടത്തിലേക്ക് കല്ലുകൾ പെറുക്കിയിട്ടു. അപ്പം വെള്ളം പൊങ്ങി വന്നു. അപ്പൊ വെള്ളം പൊങ്ങി വന്നെന്നും പറഞ്ഞ കാക്ക മൊത്തം വെള്ളം കുടിച്ചു തീർത്തു. കാക്ക അതുപോലെ ദാഹിച്ചിരിക്കുകയായിരുന്നു. എന്നിട്ട് ആ വെള്ളം മൊത്തം കുടിച്ച് കാക്ക പറന്നുപോയി. ഈ കഥയുടെ ഗുണപാഠമാണ്: ബുദ്ധിയും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ ആർക്കും എന്തും സാധിക്കും. ഈ കഥ മനസ്സിലായോ? അമ്മയോടൊന്ന് പറയാമോ ഈ കഥ തിരിച്ച്? പറഞ്ഞേ. ഒരു ദിവസം ഒരു കാക്ക ദാഹിച്ചു വലഞ്ഞ് നടക്കുവായിരുന്നു. ദൂരേക്ക് നോക്കിയപ്പോ അതാ ഒരു കുടം. കാക്ക അതിന്റെ അടുത്തേക്ക് പാകാൻ ചെന്നു. കുടത്തിന്റെ അകത്തേക്ക് നോക്കിയപ്പോ കുറച്ച് വെള്ളം. അപ്പൊ കാക്ക തലയിട്ട് നോക്കിയിട്ട് എത്തുന്നില്ല. അപ്പൊ പെട്ടെന്ന് കാക്കയ്ക്ക് ഒരു ബുദ്ധി തോന്നി. കാക്ക അടുത്ത് കിടന്ന കുറച്ച് കല്ലുകളെടുത്ത് കുടത്തിലേക്ക് ഇട്ടു. അതാ വെള്ളം പൊങ്ങി വരുന്നു. കാക്കയുടെ ദാഹം തീർന്ന വരെ കാക്ക വെള്ളം കുടിച്ചു പറന്നുപോയി. ഈ കഥയുടെ ഗുണപാഠമാണ്: ബുദ്ധി അധ്വാനം ഉണ്ടെങ്കിൽ എന്തും സാധിക്കും. ഇഷ്ടപ്പെട്ടോ ഈ കഥ?